പ്രസംഗത്തിന്റെ ഒരു നീണ്ട നിര വരുമെന്ന് എനിക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പറഞ്ഞ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ടോം സിസ്റ്ററിന് ഗോൾഡൻ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങൾ തരുന്നു. ആൻഡ്രൂ സുഗാ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് ജൂബിലികൾ വരുന്നുണ്ട്. അതെല്ലാം ആഘോഷിക്കാനുള്ള ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ശരീരം കാണുമ്പോഴും മനസ്സ് കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് പ്ലാറ്റിനവും കടന്ന് അതിനു മുകളിലേക്ക് കടന്നു പോകുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. കാരണം കണ്ണിനൊക്കെ നല്ല പവർ ഉണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോവാ. സ്കിന്നൊക്കെ ശരിക്കും ഏകദേശം ഒരു 50 വയസ്സുകാരിയുടെ മുഖത്തിന്റെ തുടിപ്പൊക്കെ ആഘോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. സ്റ്റെപ്പൊന്നും ഒരു പിടുത്തവും ഇല്ലാതെ വടിയൊന്നും കുത്തിപ്പിടിക്കാതെ ധൈര്യമായിട്ട് കയറി പോരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തമ്പുരാൻ കഴിഞ്ഞ് ഒരുപാട് മനസ്സിനും ശരീരത്തിനും ഒക്കെ ആരോഗ്യം നൽകിയിട്ടുണ്ട്. അതിലൊട്ട് ഞാൻ പള്ളിയിൽ പറഞ്ഞ പോലെ ചെയ്ത ത്യാഗത്തിന്റെയും ഒഴുകിയ കണ്ണീരിന്റെയും ചിന്തയും വിയർപ്പിന്റെയും ഒരു ഫലമാണെന്ന് ദൈവം തുണന്നു. ഒന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. ലില്ലിപ്പൂവിന്റെ ഒരു എപ്പോഴും തുലനം ചെയ്യുന്ന ഒരു അർത്ഥമൊക്കെ ഉണ്ടല്ലോ, പര്യായ പദങ്ങള്. ലില്ലിക്കുട്ടി തന്നെയാണ് നമ്മുടെ ടോമസ് സിസ്റ്റർ. ഞാൻ വേറൊരു പര്യായ പദം പറഞ്ഞത് നല്ലൊരു അമ്മയാണെന്നാണ്. ചാവറയച്ചന്റെ നല്ലൊരു അപ്പനായിട്ട് പറയുന്ന പോലെ തന്നെ നല്ലൊരു അമ്മയായിട്ട് പറയാവുന്നതാണ് ടോംസി സിസ്റ്റർ. എല്ലാവരോടും സ്നേഹത്തിലും കരുണയിലും ഒരുപാട് പൊറുക്കാനും ഒരു വിശാലമായ ഒരു ഹൃദയവും ടോംസി അമ്മയ്ക്കുണ്ട്. നിങ്ങൾ ഈ പൊറ്റേക്കാടിന്റെ വാക്കെടുത്തിട്ട് ആഫ്രിക്കയെ ഇരുണ്ട ഭൂഖണ്ഡമൊന്നും വിളിച്ചേക്കരുത് കേട്ടോ. എസ് കെ പൊറ്റേക്കാടൊക്കെ വളരെ പഴയ ആളാണ്. ഇന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായത്തോളം ആഫ്രിക്ക 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയാണ്. സ്വീഡൻ പോലെ ഫിൻലാൻഡ് പോലെയൊന്നുമല്ല. അങ്ങനെ ഇരുണ്ട ഭൂഖണ്ഡമൊന്നുമല്ല. പിന്നെ ഒരു കാപ്പിരി അരപ്പിരി അങ്ങനത്തെ ഒരു മുപ്പിരിയൊക്കെ ഡയലോഗ് ഉണ്ട്. അതൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ അടുത്തറിയുന്നുണ്ട് ആഫ്രിക്കയൊക്കെ ഇപ്പൊ അടുത്ത കാലങ്ങളിൽ. ഒരു പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങരയുടെയോ അല്ലെങ്കിൽ ഷാലോ TV എടുത്തു കഴിഞ്ഞാല് അതിന്റെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ജിജോ ഗീത എന്നുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, എന്റെ ചാനലാണ്. അതിലും കിടക്കേണ്ട ഒരു 30 എപ്പിസോഡ് കെനിയയെ കുറിച്ച്. അതുകൊണ്ട് കുറച്ചുകൂടി വിശാലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ ജീവിത രീതികളും മനുഷ്യരുടെ വ്യത്യസ്തതകളും. ഒരുപാട് നല്ല ഹൃദയമുള്ള ഒരുപാട് നല്ല മനുഷ്യര്. ചില കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെയും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളിലും ഒക്കെ അഭിവൃദ്ധി കടന്നു വരാത്ത കുറെ ഏരിയകൾ, എന്നാൽ ചില സിറ്റികളൊക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള സിറ്റികൾ. അപ്പൊ സിസ്റ്റർ ഇപ്പോ വേറൊരു കാര്യത്തിലുള്ളത്, സിസ്റ്റർ ഇപ്പൊ പുതുതായിട്ട് ജോലി ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. സുബുക്കിയാന്നുകൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്തിന്റെ ഏരിയയിലാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതാണ്, 75-ാം വയസ്സിലും ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാൻ അമ്മ റെഡിയാണെന്ന് പറഞ്ഞു. അവിടെ പുതിയ കാലാവസ്ഥയാണ്, പുതിയ ഭക്ഷണ രീതിയും കൂടിയാണ്. നക്കൂറു എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൾഫേറ്റ് വരുന്ന തടാകമുണ്ട്, ഈ ഹോട്ട് സ്പ്രിംഗ് ഉള്ളത്. ഫ്ലെമിംഗോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ രാജഹംസം എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് 3-4 കിളികള് ഫ്ലെമിംഗോസ് വരുമ്പോഴേക്കും നമ്മൾ ഫോട്ടോ എടുത്ത് കോളേജിൽ ഒരു സാറാണ് കൂടുതലെടുത്തിട്ട് മാതൃഭൂമിയിലിടാറ്. ആ കിളികള് ലക്ഷക്കണക്കിനാണ് നക്കൂറിലെ തടാകത്തിൽ വന്ന് കിടക്കാറ്. പിങ്കായി തീരും ആ തടാകം മൊത്തത്തില്. അവിടെ ഒരുപാട് തോട്ടങ്ങളും മഴയൊക്കെ നന്നായിട്ടുള്ള ഒരു ഏരിയയാണ്. സിസ്റ്റർ ഇപ്പൊ പുതുതായിട്ട് ജോലി ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലം, ഒരു പുതിയ സ്കൂളിലാണ്. അതിന് സിസ്റ്റർ ഈ 75-ാം വയസ്സിൽ ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് പോകാൻ ധൈര്യം കിട്ടുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം. ദൈവം അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, സ്വർണ്ണ ജൂബിലിയിൽ നിങ്ങളുടെ ആഘോഷം നിൽക്കില്ല. അപ്പൊ ചുങ്കത്ത് തറവാട്ടുകാര് ഇനിയും വീണ്ടും അടുത്തൊരു ജൂബിലിക്ക് ഒരുങ്ങേണ്ടതുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് നമുക്കിവിടെ ഈ വേദിയിൽ ഇപ്പൊ പൂ തന്ന കൊച്ചുകുട്ടികള് അവരുടെ കുട്ടികളും കൊണ്ടുവന്ന് സിസ്റ്ററിന് പൂ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ നിൽക്കുന്നത്. ഒരിക്കൽ കൂടി ഗോൾഡൻ ജൂബിലിയുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ദൈവത്തിന് ഒരുപാട് കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്.